നിരഞ്ജൻ, ആ താലി എന്റെ കഴുത്തിൽ കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട, മറ്റൊന്നിനെ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ. ആ ഡയലോഗ് ആയിരുന്നു ഞാൻ സ്ഥിരം. എപ്പോഴും ഒരു തവണ ആലോചിച്ചില്ല ഒബ്രു മധുവേ സാധനം പിടിച്ചാലോ? അത് നോക്കിയിട്ടില്ല. ഒബ്രു മധുവേ ഒന്ന് പരീക്ഷിക്കണം ആഗ്രഹമുണ്ടോ? ഇനി നോക്കണം. അല്ല ഇപ്പൊ പറയണ ഇപ്പൊ ആ സൗണ്ട് എന്ന് പറയുന്നത് ആ ചേച്ചിയുടെ സൗണ്ടിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് ഇച്ചിരി കൂടെ ചെറുപ്പമുള്ള സമയത്തല്ലേ, ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ സൗണ്ടും വ്യത്യാസപ്പെട്ടോളല്ലേ. അല്ല ഈ ഒരു വോയിസ് എടുക്കല്ലേ ചേച്ചിക്ക് മഞ്ജു വാര്യർ മാത്രല്ലാതെ വേറെ ആരെയൊക്കെ പിടിക്കാൻ പറ്റും? നമ്മുടെ അവതാരികയുടെ റാണി, നമ്മുടെ രഞ്ജിനി ചേച്ചി. അപ്പൊ രഞ്ജിനി ചേച്ചിയുടെ സൗണ്ട് പറയാം. എനിക്ക് എന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആങ്കറിങ് പ്രൊഫഷൻ തന്നെയാണ്. അപ്പൊ എനിക്ക് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗുണപാഠങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആങ്കറിങ് അഭിനയത്തെക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ പല വേദികളിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാനാണ് ആ സ്റ്റേജിനെ കൺട്രോൾ ചെയ്തത്. എൻ്റെ അതിന്റെ ബിഹൈൻഡിൽ ഒരുപാട് പേരുടെ കോറിലേഷൻസ്, ഒരുപാട് പേരുടെ കണക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു ക്യാബിൻ ക്രൂ തന്നെ അതിന്റെ മുൻപിൽ ഉണ്ടായാലും, പക്ഷേ ആ ഓഡിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനായിരിക്കും. രഞ്ജിനി ഹരിദാസാകുമ്പോഴത്തേക്കും കുറെ ഇംഗ്ലീഷ് വാക്ക് മസ്റ്റ് ആണ്. പിന്നെ മസ്റ്റ് ആണ്. അത് ഇംഗ്ലീഷും ചെയ്യണം, മലയാളം മംഗ്ലീഷും വേണം, ഇതെല്ലാം കൂടി ചേർന്ന് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് വാക്കുകൾ ചിലപ്പോ കിട്ടത്തില്ല, എങ്കിലും നമ്മള് അതുമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കോവൈ സർല. അപ്പൊ കോവൈ സർലയിലെ ഒരു ഡയലോഗ് പറയാം. രാഘവ എന്റെ മുന്നേ ഒരു മെയിൽ വോയിസ് എടുക്കാൻ പറ്റുമോ ചേച്ചിക്ക്? ഒത്തിരിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രകാശ് രാജിനെയൊക്കെ ചെയ്യാനെന്നൊരു ഒരു ട്രൈ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനൊപ്പം ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മൊട്ടരാജേന്ദ്രൻ. അത് പറയാം. ஓ தம்பி, எவ்வளவு வருஷமா இருக்கு நான் பார்த்தேன். கவலைப்படாதப்பா, ஒரு நாள் இந்த கவலை பற்றி உனக்கு எல்லாமே தெரியும். Now come on. ரவுடிகளுக்கு முக்கியமானது மூணு தான்: நடை, உடை, பாவனை. நம்ம நடக்கும் போது அப்படியா ஒரு பயம் இருக்கணுமா? நீ இந்த மாதிரி செயின், இந்த மாதிரி மாலை வாங்கி போடிக்கல. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഫീമെയിൽ വോയിസിനേക്കാളും നന്നായി സ്യൂട്ട് ആവുന്നത് മെയിൽ വോയിസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഈസി ആയിട്ട്. ആദ്യമൊക്കെ മെയിൽ വോയിസ് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടായോ, അപ്പൊ പെട്ടെന്ന് തൊണ്ട അടച്ചിട്ട് ചുമച്ച് ഞാൻ ഇടപാട് തട്ടിട്ട്. പക്ഷെ ഇപ്പൊ മെയിൽ വോയിസിലും ഈസി ആണല്ലേ? ഈ ഫോൺ വിളിച്ചൊക്കെ ആൾക്കാരെ പറ്റിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മഞ്ജു ചേച്ചിയുടെ വോയിസ് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാളെ വിളിച്ചപ്പോ ചേച്ചി വളരെ ഇഷ്ടമായി ചേച്ചി, എനിക്ക് അയാളെന്നോട് ഭയങ്കര സന്തോഷത്തോടുകൂടി. എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ, ഭയങ്കര ഫാനാണ് എനിക്ക്. പിന്നെ അവസരം ചിരി അടക്കാൻ വയ്യാതെ ചിരിച്ചു. അവൻ എന്തൊക്കെയായിരിക്കും ചേച്ചിയെ തെറി വിളിച്ചിട്ടുണ്ടാവും സൗമ്യ ചേച്ചി.